ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണിംഗ് തിയറീസിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ BEd, MEd അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള സെറ്റ് കാറ്ററ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായി വീഡിയോയിലേക്ക് കടക്കാം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം വലിയ എക്സ്പ്ലനേഷനില്ലാതെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് തിയറീസ്, ലേണിംഗ് തിയറികൾ ഒരുപാടുണ്ട്. ഓക്കെ, നമുക്ക് ഒരുപാട് ലേണിംഗ് തിയറീസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ വേണ്ട ഈ ഒരുപാട് തിയറിയിൽ വേണ്ട കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ നമ്മൾ എന്തായാലും നോക്കി വെക്കണം. അപ്പോൾ നമ്മൾ ബിഹേവിയറിസമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കണം. അപ്പോൾ അതിൽ നമ്മൾ പാവലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്. അതായത് നമ്മൾ പറയുമ്പോൾ പാവലോയുടെ ഡോഗ്, സ്കിന്നറുടെ റാറ്റ്, പൂച്ച, അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക, ഓരോ ആൾക്കാർ അവരുടെ തിയറി, അവരുടെ ലേണിംഗ് തിയറീസ് ഓരോ ഈ പറഞ്ഞ പോലെ അനിമൽസിലും പെറ്റ്സിലൊക്കെ വെച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ അവർ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസ് ആണ് നമ്മളിപ്പോഴും നമ്മളൊരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഈ ഓരോരുത്തരുടെയും ഓരോ കോൺട്രിബ്യൂഷൻസ് എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ആ പേരാണ് പാവ്ലോ എന്ന് പറയുന്നത്, സ്കിന്നർ, വാട്സൺ, അതേപോലെ വൈഗോട്സ്കി, ജോൺ ഡീവ്, ഒരുപാട് ആൾക്കാർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് കീ തിയറീസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അപ്പോൾ ബിഹേവിയേഴ്സിൽ മെയിനായിട്ട് വരുന്നത് ഈ 3 പേരാണ്: പാവ്ലോവ്, സ്കിന്നർ, വാട്സൺ. അപ്പോൾ പാവ്ലോ PSW എന്ന് പഠിച്ചു വയ്ക്കുക നിങ്ങൾ കേട്ടോ. അതായത് PSW അതായത് പാവ്ലോ, സ്കിന്നർ, വാട്സൺ. ഈ 3 പേരാണ് ബിഹേവിയറൽസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തിയറീസ് കൊണ്ടുവന്നത്. ആരായിരുന്നു? PSW, പാവ്ലോ, സ്കിന്നർ, വാട്സൺ. ഇനി കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഭാഗമായിട്ട്, കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ നമ്മൾ തിങ്കിങ്, അതായത് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ലേൺ ചെയ്യുന്ന നമ്മുടെ മെൻ്റൽ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ചിന്താമണ്ഡലത്തേക്കാണ്. തിങ്കിങ് എന്ന് പറയും, തിങ്കിങ്. ദെൻ അതേപോലെ തന്നെ മെമ്മറി, പ്രോബ്ലം സോൾവിങ്. ഇത് കൂടായിട്ട് നമ്മൾ സൊസൈറ്റിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊരു ഇൻട്രാക്ഷൻ മുഖേന നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. അതിന് നമ്മൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നൊക്കെ പറയും. ഒക്കെ ഇതിന് അണ്ടറിൽ വരുന്നതാണ്. അപ്പം കൺസ്ട്രക്റ്റിവിസത്തിൽ ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അതിലൊരുപാട് കീ തിയറിസ്റ്റ് ആയിട്ടുള്ള പിയാഷെ വരുന്നുണ്ട്, ബ്രൂണർ വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒരാളാണ് വൈഗോട്സ്കി. നിങ്ങളായത് നോക്കി എഴുതി വയ്ക്കട്ടെ. വൈഗോട്സ്കി അതായത് സൊസൈറ്റി എത്രമാത്രം ഇൻഫ്ലുവൻസ് കുട്ടികളിൽ ചെലുത്തുന്നുണ്ട് പഠിക്കുന്നതിൽ, സോഷ്യൽ ഇൻ്ററാക്ഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരുന്നു വൈഗോട്സ്കി എന്ന് പറയുന്നത്. അപ്പം കൺസ്ട്രക്റ്റിവിസത്തിൽ വരുന്ന 3 ആൾക്കാരുണ്ട്: പിയാഷെ, ബ്രൂണർ ആൻഡ് വൈഗോട്സ്കി. അതിൽ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ പ്രോസസ്സായിട്ടാണ് ലേണിങ്ങിനെ മെയിനായിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഇതിൽ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും എങ്ങനെയായിരിക്കും നമ്മൾ ലേണിംഗ് നടക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് ആ ഒരു കുട്ടിയെ പരുവപ്പെടുത്തുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മളൊരു കൺസ്ട്രക്റ്റിവിസത്തിലാണ് മെയിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി വരുന്ന കൺസ്റ്റിറ്റ്യൂസിൽ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ വൈഗോട്സ്കിയുടെ പറഞ്ഞു അല്ലേ. അപ്പോൾ കീ തിയറിസ്റ്റാണ് വൈഗോട്സ്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈഗോട്സ്കി കൊണ്ടുവന്നതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ എക്സാമിന് വൺവേർഡായിട്ട് എല്ലാ കൊല്ലം എപ്പോഴും ചോദിക്കാറുണ്ട്. ZPD പറഞ്ഞാൽ എന്താണ്, ആരാണ് കൊണ്ടുവന്നത്, അതേപോലെ തന്നെ ഈ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് മുഖേന കുട്ടികളുടെ ലേണിങ്ങിൽ എങ്ങനെ മാറ്റങ്ങൾ വരുന്നു, ഇതൊക്കെ എപ്പോഴും നമുക്ക് ഈ സെറ്റ് കാറ്ററ്റ് എക്സാമിന് ചോദിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ കൺസ്റ്റിറ്റ്യൂഷത്തിൽ മെയിനായിട്ട് നമ്മൾ ലേണേഴ്സ് ആക്റ്റീവ്ലി നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യും. അവർ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഇൻട്രാക്ഷൻസ് മുഖേനയായിട്ടായിരിക്കുന്നു, മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് മുഖേനയായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് അവിടെ ലേണിംഗ് നടക്കുന്നത്. ഇനി അതിൽ ഈ ZPD പറഞ്ഞ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അതായത് നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയ എ ലേണർ ക്യാൻ ലേൺ ഹിംസെൽഫ്, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലേണർ ക്യാൻ ലേൺ ഹിംസെൽഫ് ആൻഡ് ലേണർ ക്യാൻ ലേൺ വിത്ത് അസിസ്റ്റൻസ്. ഇവിടെ പറയുന്നത് ലേണർ ZPD നോക്കി വയ്ക്കേണ്ട മെയിൻ കാര്യമാണ്. എല്ലാ കൊല്ലം കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ ZPD ഒരു ഇക്വേഷൻ മൂലം നമുക്ക് പഠിക്കാം. ZPD എന്ന് പറഞ്ഞാൽ ലേണർ വിത്ത് അസിസ്റ്റൻസ് പഠിക്കുന്നതിൻ്റെയും
വിത്ത് അസിസ്റ്റൻ്റ്, ലേണർ വിത്ത് അസിസ്റ്റൻസിൽ പഠിക്കുന്നതിൻ്റെയും ലേണർ വിത്തൗട്ട് അസിസ്റ്റൻസിൽ പഠിക്കുന്നത്, അതായത് ഒരു ടീച്ചറുടെ അസിസ്റ്റൻസ് മുഖേന പഠിക്കുന്നതും അസിസ്റ്റൻസ് ഇല്ലാതെ പഠിക്കുന്നതും അതിനൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അത് കൊണ്ടുവന്ന ആൾ ആരായിരുന്നു? വൈറ്റ്ഗോട്സ്കി. അത് കൊണ്ടുവന്ന മെയിൻ നമ്മുടെ ആളാണ് വൈറ്റ്ഗോട്സ്കി എന്ന് നോക്കാം. ഇനി ഹ്യൂമാനിസവുമായിട്ട് കുറച്ച് വക്താക്കൾ വന്നിട്ടുണ്ടായിരുന്നു. ഹ്യൂമാനിസം പറഞ്ഞാൽ പീപ്പിളിൻ്റെ ഗ്രോത്ത്, സെൽഫ് ഗ്രോത്ത്, പീപ്പിൾ വെൽഫെയർ, ഇതിനൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വന്ന തിയറിയാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത് കേട്ടോ. ഫോക്കസ് ഓൺ ഓൾ പേഴ്സൺസ് ആൻഡ് സെൽഫ് ഗ്രോത്ത്. നേരത്തെ നമ്മൾ കൺസ്ട്രക്റ്റിവിസത്തിൽ പറഞ്ഞു സൊസൈറ്റി അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഇവിടെ വരുന്നത് നമ്മുടെ പേഴ്സൺസിൻ്റെ വെൽഫെയർ, അവരുടെ ഗ്രോത്ത്, അതിനൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അത് കൊണ്ടുവന്നത് മാസ്ലോ. അപ്പോൾ ഹ്യൂമാനിസത്തിൻ്റെ വക്താക്കളാണ് മാസ്ലോയും കാൾ റോഗേഴ്സും പറയും. എബ്രഹാം മാസ്ലോയും കാൾ റോഗേഴ്സുമാണ് ഹ്യൂമാനിസത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത്. നമുക്കറിയാം എബ്രഹാം മാസ്ലോയുടെ ഒരു നീഡ് ഹൈറാർക്കി തിയറി ഉണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കുക, എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി കേട്ടോ, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അപ്പോൾ ഹ്യൂമാനിസത്തിൻ്റെ വക്താവായിട്ടുള്ള നമ്മുടെ മാസ്ലോയുടെ ഈ നീഡ് ഹൈറാർക്കി തിയറി പകരം നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരിക്കാം. അതിന് അദ്ദേഹം ഒരു ശ്രേണി രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, തരംതിരിച്ചിട്ടുണ്ടാകും. നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹം ഒരു ശ്രേണി രൂപത്തിൽ തരംതിരിച്ചു. അതിൽ ഏറ്റവും ബേസിക്കായിട്ട് വരുന്നതാണ് നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ് ആണെന്ന് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട നമ്മുടെ വാട്ടർ, നമുക്ക് വേണ്ട നമ്മുടെ ബേസിക്കായിട്ട് വരുന്ന നമുക്ക് ഫുഡ് അല്ലേ, ഫുഡ് വേണം, ഷെൽട്ടർ വേണം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫുഡ്, ക്ലോത്ത് ഒക്കെയാണ് മെയിൻ നമ്മുടെ ഫിസിക്കൽ നീഡ്സിൽ വരുന്നുണ്ടായിരിക്കുക. ദെൻ രണ്ടാമത് വരുന്നതാണ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടി, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, സേഫായി താമസിക്കാനുള്ള ഒരു വീട് വേണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളാണ് സേഫ്റ്റി നീഡ്സ് രണ്ടാമതായി ഡീൽ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ ലവ്, ബിലോങ്ങിനെസ്, ആസ്തെറ്റിക് നീഡ് എന്ന് പറയും. അതായത് ഒരു വ്യക്തിക്ക് ലവ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ, ബിലോങ്ങിനെസ് ഉണ്ടായിരിക്കണം, ആ ഒരു കാര്യങ്ങൾ മൂന്നാമത്തെ നീഡ്സിൽ വരുന്നത്. ഇതേപോലെ ഈ മൂന്നാമത്തെ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. അത് മൂന്നാമത്തെ നീഡാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഏറ്റവും ഹൈ ലെവലിൽ വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ എല്ലാം നേടി, എല്ലാം റെക്കഗ്നീഷൻ കിട്ടി, സ്റ്റാറ്റസ് കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലേണിംഗ് ഹൈറാർക്കിയിൽ നോക്കി വയ്ക്കേണ്ടത്. എല്ലാ കൊല്ലം എക്സാമിന് ചോദിക്കും ഏറ്റവും ബേസിക് ഏതാണ്. അപ്പോൾ ബേസിക് ലെവലാണ് നമുക്ക് ഫുഡ് വേണം, നമുക്ക് ഫുഡൊക്കെ, വാട്ടർ വേണം, എയർ വേണം, അതൊക്കെ നമ്മുടെ ബേസിക് നീഡ്സ്. അപ്പോൾ ബേസിക് നീഡ്സിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്, ഫിസിക്കൽ നീഡ്സ്. ഏറ്റവും താഴെ തട്ടിൽ നമ്മൾ വരച്ച ശ്രേണിയിൽ ഏറ്റവും താഴെ തട്ടിൽ വരുന്ന ഫിസിക്കൽ നീഡ്സാണ്. ഏറ്റവും ഹൈ ഓർഡറിൽ ഹൈറാർക്കി നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എല്ലാ ശ്രേണി പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും ലോവസ്റ്റും ഹയസ്റ്റും നോക്കി വയ്ക്കുക. അപ്പോൾ അതാണ് മാസ്ലോയുടെ ഒരു തിയറി പറയുന്നുണ്ടായത്. ഇനി കാൾ റോഗേഴ്സിൻ്റെ തിയറി നമുക്ക് ഇതിൻ്റെ ഡെപ്തായിട്ട് പഠിക്കാനുണ്ട്. അതിന് മുന്നേ നമുക്ക് കണക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ കണക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ലേണിങ്ങിനെ ഫോക്കസ് ചെയ്ത് ഒരു ഡിജിറ്റൽ ഏജിൽ, അതായത് ഒരു ഡിജിറ്റൽ ഏജിൽ നമ്മൾ ലേണിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നതിന് നമ്മൾ കണക്റ്റിവിസം എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിയറിസ്റ്റാണ് ജോർജ് സൈമൺ ആണ് മെയിനായിട്ട് വരുന്ന അതിൻ്റെ തിയറിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ എക്സാമിന് ചോദിക്കാൻ കണക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾ ജോർജ് സൈമൺ ആണ്. 1 മാർക്ക് നമുക്ക് അവിടെ കിട്ടി. അവരെന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഡിജിറ്റൽ ഏജ്. അപ്പോൾ ആ 2 മാർക്ക് നമുക്ക് അവിടെ കിട്ടി. ഇനി ഒരു ലേണിംഗ് എന്താണ്, കണക്റ്റിംഗ് സ്പെഷ്യലൈസ്ഡ് ഇൻഫോർമേഷൻ സെറ്റ്സ്. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ്റെ സെറ്റിനെയാണ് അവർ മെയിനായിട്ട് ആ ലേണിംഗ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ലേണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ ആർക്കായിരുന്നു, ടെക്നോളജിക്കാണ്. അപ്പോൾ ഒരു കൂട്ടം ഇൻഫോർമേഷൻ സെറ്റ്സ് ആൾ ടെക്നോളജിയുമായി ഡീൽ ചെയ്യുന്ന ഒന്നിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഒരു തിയറിയാണ് നമ്മുടെ കണക്ഷനിവിസം എന്ന് പറയുന്നത്. മെയിനായിട്ട് അവിടെ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മുടെ കണക്റ്റിവിസം. ജസ്റ്റ് ഇത്ര ആലോചിക്കുക, കണക്ട് ചെയ്യുക, എന്തിനെ കണക്ട് ചെയ്യുക, ടെക്നോളജി. അങ്ങനെ നമ്മൾ ഫോണിനെ കണക്ട് ചെയ്യുക, TV കണക്ട് ചെയ്യുക, അതൊക്കെ ടെക്നോളജിക്കൽ വരുന്ന സംഭവങ്ങളല്ല. അപ്പോൾ അതാണ്
കണക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കണക്റ്റിവിസം. ജോർജ് സൈമണും അതേപോലെ തന്നെ ടെക്നോളജിയും. ഇത് കൂടാതെ നമ്മൾ ഒരുപാട് ടെക്നോളജിനെ കുറിച്ച് പഠിക്കുന്നുണ്ടായിരിക്കും. ഓൺലൈനായിട്ട് വരുന്ന ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്ക് സ്വയം എന്ന് പറയുമ്പോൾ സ്വയം, മൂക്ക്, മൂഡിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി ജസ്റ്റ് തിയറിയിൽ നോക്കേണ്ട കമ്പാരിസൺ ആണ്. അതായത് ബിഹേവിയറിസത്തിൽ മെയിനായിട്ട് ആയിട്ട് വരുന്ന എക്സ്റ്റേണൽ സ്റ്റിമുലസിനെയാണ് അവിടെ കാണിക്കുന്നത്. എക്സ്റ്റേണൽ സ്റ്റിമുലസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലേ. ബിഹേവിയർസത്തിൽ എക്സ്റ്റേണൽ ഒരു സ്റ്റിമുലസ് കൊടുക്കുക, അപ്പോൾ റെസ്പോൺസ് ഉണ്ടായിരിക്കും. അതാണ് കണ്ടീഷനായിട്ട് പോകുന്നതാണ് ബിഹേവിയർസിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ കണക്റ്റിവിസം അല്ലെങ്കിൽ കൊഗ്നിറ്റീവിസമാണ്. അതായത് മെൻ്റൽ പ്രോസസ്സ്, നമ്മുടെ നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ, യുക്തിമണ്ഡലങ്ങളൊക്കെ വരുന്ന മെൻ്റലി വരുന്ന ഒരു മെൻ്റൽ പ്രോസസ്സാണ് കൊഗ്നിറ്റീവിസം ഡീൽ ചെയ്യുന്നത്. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ കൾച്ചറൽ കാര്യങ്ങൾ, സൊസൈറ്റിയുമായിട്ട് വരുന്നത്, നമ്മുടെ കൾച്ചറൽ എങ്ങനെ സൊസൈറ്റിൻ്റെ കൾച്ചറൽ നോളജ് ഉണ്ടാക്കാനൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, ആ കാര്യങ്ങളൊക്കെയാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ വരിക. അപ്പം ഈ കണക്റ്റിവിസം, കൊഗ്നിറ്റിവിസം, ഈ ഇസങ്ങളൊന്നും ഒരിക്കലും എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഈ കൊഗ്നിറ്റിവിസം, അതേപോലെ കൺസ്ട്രക്റ്റിവിസം, കണക്റ്റിവിസം, ഇതാണ് എപ്പോഴും എല്ലാവർക്കും മാറുന്നത്. ഇത് മാറാതെ പഠിച്ചാൽ നമുക്ക് കണക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഹ്യൂമാനിസം പറഞ്ഞാൽ മനുഷ്യനായിട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ മനുഷ്യൻ്റെ സെൽഫ് ഡയറക്റ്റഡ് ഗ്രോത്ത്, സെൽഫ് നീഡ്സ്, അതിനൊക്കെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മുടെ ഈ ഒരു ഹ്യൂമാനിസം തിയറീസ്. അപ്പോൾ നമുക്ക് ഇത്രയും തിയറീസാണ് ബേസിക്സ് ആയിട്ട് നമ്മുടെ എക്സാമുകൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവരെ താങ്ക് യു.